ജിതേഷ്, ഇപ്പോൾ ഒരുപാട് കണക്കുകൾ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കണക്കുകൾ വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറച്ചിലാണ്. പക്ഷെ നമുക്ക് ഈ ജോസഫിന്റെ ആത്മഹത്യയിലേക്ക് വരുമ്പോൾ അതിനുശേഷം ആ കുടുംബത്തിന് കിട്ടിയ സഹായം, സർക്കാർ അവരോട് കാണിച്ചിരിക്കുന്ന നിലപാട്, ഇതിലൊക്കെ നിങ്ങൾ എത്ര കാര്യങ്ങൾ അറിയുന്നുണ്ട്? നിങ്ങൾ അതിനുശേഷം ആ കുടുംബത്തിന് എന്തൊക്കെ സഹായം ചെയ്തു? അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിനെയും ആ കുടുംബത്തെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏറെ ഉത്തരവാദിത്തപ്പെട്ട MLA ഏറ്റവും താഴെക്കട്ടയിൽ കിട്ടിയിട്ടുള്ള ക്യാപ്സൂളുകൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിരന്തരമായി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ആളായിരുന്നു എന്നാണ് ഒന്നാമത്തെ വാദം. ഇതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് 1984 അദ്ദേഹം കൊട്ടിയൂരിൽ നിന്ന് വന്ന് അദ്ദേഹം ഇപ്പം താമസിക്കുന്ന സ്ഥലത്തെ ഭൂമി കയ്യേറി അവിടെ താമസിച്ചു എന്നുള്ളതാണ്. ശുദ്ധ അസംബന്ധമാണ്, തെറ്റാണത്. 1984 അദ്ദേഹം ചെറുപുഴയിൽ നിന്നാണ് വന്നത്. 1. 2, അദ്ദേഹം കാക്കത്തുരുത്തേൽ ടോമി എന്ന് പറയുന്ന ഒരാളോട് 8,000 രൂപ കൊടുത്ത് 1 ഏക്കർ 30 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ്. പരിശോധിക്കാം നമുക്ക്. നേരത്തെ MLA പറഞ്ഞല്ലോ ഇവിടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന്. ഞാൻ സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. ഞാൻ എവിടെയും അത് സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് വസ്തുത വളച്ചൊടിക്കരുത്. 8,000 രൂപയ്ക്ക് അയാൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള സ്ഥലം, അതിൽ 89-ൽ അദ്ദേഹത്തിന് 50 സെന്റ് സ്ഥലത്തിന് പട്ടയം കിട്ടുന്നു. ബാക്കിയുള്ള സ്ഥലം അയാൾ വില കൊടുത്ത് വാങ്ങിയതാണ്. ആ സ്ഥലത്തിനും പട്ടയം ആവശ്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വില്ലേജ് ഓഫീസിലും കളക്ടറേറ്റിലും പോയി. അതിൽ അദ്ദേഹത്തിന് തെറ്റു പറയാൻ വേണ്ടി കഴിയുമോ? വില കൊടുത്തു വാങ്ങിയ അദ്ദേഹത്തിൻ്റെ കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ നിലവിൽ നമ്മുടെ നിയമം 50 സെന്റ് പട്ടയം കൊടുത്ത ആൾക്ക് അടുത്ത സ്ഥലത്തിന് പട്ടയം കൊടുക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫയൽ മടക്കിയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം ന്യായമായിരുന്നു. അദ്ദേഹം കളക്ടറേറ്റിൽ പോയി പറഞ്ഞതെന്താ? എനിക്ക് അർഹതപ്പെട്ട എൻ്റെ കൈവശത്തുള്ള ഞാൻ വില കൊടുത്തു വാങ്ങിയിട്ടുള്ള ഈ ഭൂമിക്ക് പട്ടയം ലഭിക്കണം. പട്ടയം ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം ആ രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കഴിഞ്ഞ കുറച്ച് കാലമായി എത്തിച്ചിരിക്കുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ചെക്കിട്ടപാറയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടാവും, ഓരോ ഫയലുകളും ഓരോ ജീവിതമാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടായിരുന്നു ആദ്യത്തെ പിണറായി ഗവൺമെൻറ് അധികാരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ചെക്കിട്ടപാറ പഞ്ചായത്തിലുള്ള ചെമ്പരോട വില്ലേജ് ഓഫീസിന് മുമ്പിൽ ജോയി എന്ന് പറയുന്ന ഒരു കർഷകൻ തൻ്റെ സ്ഥലത്തിന് നികുതി എടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുണ്ടായി. അദ്ദേഹവും ഇതേ സമാനമായ രീതിയിൽ ആത്മഹത്യാ കുറിപ്പ് എഴുതി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തു. യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അവസാനം അദ്ദേഹം മരണം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭൂമിക്ക് നികുതി എടുത്തു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ടു. ആ കുടുംബത്തിന് 18 ലക്ഷത്തോളം രൂപ ഇപ്പോൾ ചെമ്പനോട് സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് ശ്രീ ജിതേഷ് മുതുകാട് ചെമ്പനോടെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഇവിടെ നോക്കൂ, ജോസഫിന്റെ മരണത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള മറ്റു പരാമർശങ്ങളും ചില നേതാക്കളിൽ നിന്ന് വന്നിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകനാണ് മരണക്കുറിപ്പ് എഴുതി നൽകിയത്, മാധ്യമ പ്രവർത്തകനാണ്, 2 കൈകൾക്കും ശേഷിയില്ലാത്തയാൾ എങ്ങനെ മരണക്കുറിപ്പ് എഴുതും? അങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ താങ്കളും കേട്ടിട്ടുണ്ടാകുമല്ലോ അവിടെ പ്രാദേശികമായി മുഴങ്ങുന്നത്. ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ മരണം സംഭവിച്ചപ്പോൾ ഗവൺമെന്റിനെതിരാണ്, ഈ മരണത്തിന്റെ ഉത്തരവാദി ഗവൺമെന്റ് ആണ് എന്ന് വന്നപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ എന്തൊക്കെ മാർഗമുണ്ടോ ആ മാർഗമെല്ലാം ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ പ്രാദേശിക പത്രപ്രവർത്തകനായിട്ടുള്ള രാജൻ വർക്കി എന്ന് പറയുന്ന ദീപിക പത്രത്തിന്റെ റിപ്പോർട്ടർ, അദ്ദേഹമാണ് ഈ പറയുന്ന ആത്മഹത്യാ കുറിപ്പ് എഴുതി കൊടുത്തതെന്നാണ് പറയുന്നത്. ഞാൻ അന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ വിദഗ്ധ പരിശോധനയ്ക്ക് ആ ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കണം. ആത്മഹത്യയിലുള്ള പോലീസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടുകൊണ്ട് നേരത്തെ MLA പറഞ്ഞത്, ഇദ്ദേഹത്തിന് വീട്ടിലേക്ക് റോഡ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൊരു വാദം പറയുന്നുണ്ടല്ലോ പഞ്ചായത്ത് പ്രസിഡന്റും സംസ്ഥാന ഗവൺമെന്റൊക്കെ. എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റോഡ് ഉണ്ടാക്കി കൊടുത്തത്? ഇദ്ദേഹത്തിന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റുള്ള CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാത്രമായി 5 ലക്ഷം രൂപയുടെ മുകളിൽ
പണം മുടക്കിക്കൊണ്ട് കോൺക്രീറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. അപ്പോഴും പാപ്പൻ ചേട്ടൻ 2 വടിയും കുത്തിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നിരങ്ങി കയറി പോകേണ്ട അവസ്ഥയാണുള്ളത്. അങ്ങനെ 1.5 വർഷക്കാലം ചെക്കിട്ടപാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങിയിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇടപെടൽ കൊണ്ടല്ല, ഞാൻ അടിവരയിട്ട് പറയുന്നു, ആധികാരികമായി പറയുന്നു, അവിടുത്തെ അന്നത്തെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി അനീഷ് അരവിന്ദും അവിടുത്തെ ഇപ്പോഴുമുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓവർസീറായിട്ടുള്ള ശ്രീ പ്രബീഷിന്റെയും ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2022-23 വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 4,38,961 രൂപ മുടക്കി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കോൺക്രീറ്റ് ചെയ്ത ഇവർ ആ മരണം തൊട്ട് ആ സമയം മുതൽ പറയുന്നത് അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നു. അതിലൊരു വ്യക്തത വേണമല്ലോ ശ്രീ ജിതേഷ് മുതുകാട്. അങ്ങനെയാണെങ്കിൽ ചെക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ അവാസ്തവമായ കാര്യങ്ങൾ ബോധപൂർവ്വം പ്രചരിപ്പിക്കുന്നതാണോ? അദ്ദേഹം പറയുന്നു അതിദരിദ്രരുടെ പട്ടികയിലാണ്, പുതിയ വീടിന് 4 ലക്ഷം അനുവദിച്ചു, സഞ്ചരിക്കുന്നതിന് മുച്ചക്ര വാഹനം കൊടുത്തു, വീട്ടിലേക്ക് വാഹനം പോകില്ലെന്ന് പറഞ്ഞപ്പോൾ 5 ലക്ഷം മുടക്കി റോഡ് നിർമ്മിച്ചു, 54,000 രൂപ പെൻഷനായും തൊഴിലുറപ്പ് കൂലിയായും 2023 കൈപ്പറ്റി, എല്ലാ മാസവും 10 കിലോ സൗജന്യ ഭക്ഷ്യധാന്യം. അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് അടക്കം വന്നിട്ടുള്ളതാണ് ഇതിലൊക്കെ. അപ്പോൾ ഇങ്ങനെ അവാസ്തവം പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിനെതിരെ നിയമ നടപടിയിലേക്ക് പോയിക്കൂടെ കോൺഗ്രസിന്? തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ എല്ലാ ഘട്ടത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഏറ്റവും അവസാനം കേൾക്കണം, ദയനീയമായ അവസ്ഥ. CPIM-ന്റെ മുതുകാടിലെ ലോക്കൽ കമ്മിറ്റിയുടെ പൊതുയോഗം കഴിഞ്ഞ ദിവസം നടന്നു. ആ പൊതുയോഗത്തും ലൈവായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ FB പേജ്, അതിൽ ലൈവ് ഉണ്ട് അദ്ദേഹത്തിന്റെ പൊതുയോഗ പ്രസംഗം. ആ പൊതുയോഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ഈ പറയുന്ന ജോസഫിന് പൂഴിത്തോട് യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിൽ വലിയൊരു പണം FD ആയി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് കാലത്ത്, കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പൊതുയോഗം, ഇന്ന് കാലത്ത് അദ്ദേഹത്തിന്റെ FB ലൈവിലൂടെ അത് പുറത്തുവിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ സമയം വരെ അദ്ദേഹത്തിന്റെ ലൈവ് ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് കാലത്ത് ജോസഫിന്റെ മക്കള് ആ ബാങ്കിൽ പോയി, പൂഴിത്തോട് യൂണിയൻ ബാങ്കിൽ പോയി രേഖാമൂലം എഴുതി കൊടുത്തു. സമാനമായി ഇടുക്കിയിൽ മറിയക്കുട്ടി ചെയ്തതുപോലെ തന്നെ രേഖാമൂലം എഴുതി കൊടുത്തു. ഞങ്ങളുടെ അപ്പനായ ജോസഫിന്റെ അക്കൗണ്ടിലുള്ള FD പിൻവലിക്കാൻ എന്തൊക്കെ നിലപാട് സ്വീകരിക്കണമെന്ന് എഴുതി കൊടുത്തപ്പോൾ അവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞു, ജോസഫ് എന്ന് പറഞ്ഞ ആൾക്ക് ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല, എഴുതി കൊടുത്തതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. ഏറെ ബഹുമാനപ്പെട്ട MLA-ക്ക് ഞാൻ ഇപ്പൊ കാണിക്കണമെങ്കിൽ കാണിക്കാം. You are watching Reporter Evening Show.